ഡിഷ് അസോസിയേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഈ NLP ട്രിക്ക് നമുക്ക് കാലാകാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും പ്രേമനൈരാശ്യമോ, നാക്കും പോരോ, അമ്മായിയമ്മ പോരോ, ശത്രുതയോ, നമ്മുടെ ബന്ധക്കാരോടുള്ള അകൽച്ചയോ എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കാൻ വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പുറത്ത് കാണുന്നതിന് നമ്മൾ ചേർത്ത് പിടിക്കുന്നതിനെയാണല്ലോ നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഡിസ്അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ കഠിനമായ പ്രശ്നത്തെ തീർത്തും പുറത്തേക്ക് നമ്മൾ പിന്തള്ളുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു പ്രക്രിയ തന്നെയാണിത്. ഇതിന് 3 സ്റ്റെപ്പുകളായിട്ട് നമുക്കിതിനെ ഭാഗം ചെയ്യാം. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്തിരുന്ന് മനസ്സിനെ സ്വസ്ഥമാക്കിക്കൊണ്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ദീർഘമായി നിശ്വസിക്കുകയും ചെയ്യുക. ഇത്തരത്തിലൊരു 10ഓളം ദീർഘശ്വാസം എടുത്തതിന് ശേഷം നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിരിക്കുന്ന ആ സന്ദർഭം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിലുൾപ്പെട്ട വ്യക്തികൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ശബ്ദങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ രൂപം, ആ സമയത്തെ ആ ആകൃതി, ഇവയെല്ലാം വലുതാക്കുക. മാക്സിമം വലുതാക്കി ഈ ചിത്രത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു വീഡിയോ ചിത്രം കാണുന്നതിന് അനുസൃതമായിട്ട് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ദുഃഖം അതിതീവ്രമാകും. ദുഃഖം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ ദേഷ്യം, ഉത്കണ്ഠ ഇവയെല്ലാം അതിതീവ്രമാകും. അതിനുശേഷം 2ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ കണ്ട ചിത്രത്തെ ചെറുതാക്കുക. അതിൻ്റെ വർണ്ണം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുക. അതിൽ കണ്ട ശബ്ദങ്ങൾ അകലേക്ക് പോകുന്നതായി കാണുക. ഈ ചിത്രം പൂർണ്ണമായും അവ്യക്തമാക്കുക, ഇരുണ്ടതാക്കുക. ഇവ നമ്മിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയിക്കഴിഞ്ഞതായിട്ട്, കാണുവാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നതായിട്ട്, അത് പൂർണ്ണമായും ഒരു ഇരുണ്ട ചിത്രമായിട്ട്, അതിലുള്ള ഒരു രൂപങ്ങളും വ്യക്തമാകാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് വ്യക്തമായിട്ടും കാണുക. അതിനുശേഷം ഇത്തരത്തിലുള്ള ഈ സന്ദർഭത്തെ മനസ്സിലേക്ക് പൂർണ്ണമായും കൊണ്ടുവന്ന് പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു മാനസിക സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമുക്ക് വളരെ നന്നാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം.